ജൂലൈ 15 ചൊവ്വാഴ്ച. മത്തായി 11 20 മുതൽ 24 വരെ വാക്യങ്ങൾ. വിശുദ്ധ നാട്ടിൽ വളരെ കുറച്ച് വിനോദസഞ്ചാരികൾ മാത്രം സന്ദർശിക്കുന്ന ഒരു ബൈബിൾ സ്ഥലമുണ്ട്. അത് ഒരു സാധാരണ പാതയിൽ നിന്ന് അകലെയായതുകൊണ്ടല്ല, മറിച്ച് ഗലീലി കടലിൽ നിന്ന് ഏതാനും മൈലുകൾ മാത്രം അകലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ യേശു പ്രസംഗിക്കുകയും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. ഒരിക്കൽ ഒരു സമ്പന്നമായ പട്ടണമായിരുന്നു അത്. എന്നാൽ ഇന്ന് അത് അവശിഷ്ടങ്ങൾ നിറഞ്ഞ ഒരു വൃത്തികെട്ട വിജനമായ സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് കോരസിൻ. യേശുവിൻ്റെ പ്രസംഗവും അത്ഭുതങ്ങളും ഉണ്ടായിരുന്നിട്ടും കോരസിൻ പൗരന്മാർ അവരുടെ ജീവിതം നവീകരിക്കാൻ വിസമ്മതിച്ചു. കോരസിൻ, നിങ്ങൾക്ക് ദുരിതം എന്ന് യേശു പറഞ്ഞു. അത് സംഭവിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് താൻ അത്ഭുതങ്ങൾ ചെയ്തതായി കണ്ടിട്ടും തന്നിൽ വിശ്വസിക്കാൻ വിസമ്മതിച്ചതിന് കോരസിൻ, ബെത്സായിദ എന്നീ നഗരങ്ങളെ യേശു അപലപിക്കുന്നതായി കാണാം. അവരുടെ ഇടയിൽ താൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടതിന് ശേഷം അവർ ഉടൻ തന്നെ പശ്ചാത്തപിക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ അങ്ങനെ ചെയ്തില്ല. അവർ തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ തുടർന്നുകൊണ്ടിരുന്നു. മാനസാന്തരത്തിൻ്റെ ആഹ്വാനത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന ആളുകളെ നോക്കി അയ്യോ നിങ്ങൾക്ക് കഷ്ടം എന്ന് ശക്തമായി അപലപിക്കുന്നു. യേശുവിൻ്റെ നിരാശ നമുക്ക് മനസ്സിലാകും. അവൻ ചെയ്ത അത്ഭുതങ്ങൾ ആളുകളുടെ വിശ്വാസത്തെ ഉത്തേജിപ്പിച്ചില്ല. ചിലർ വിസ്മയിച്ചു, പക്ഷെ അവർ പുരികമുയർത്തി പാപകരമായ വഴികളിൽ തുടർന്നു. അവരുടെ കഠിന ഹൃദയങ്ങൾ അവൻ്റെ സന്ദേശം മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു. അവരുടെ അഹങ്കാരം അവരെ അന്ധരാക്കി. അവർ കാത്തിരുന്ന മിശിഹായാണെന്ന്, ദൈവം അവൻ്റെ ശക്തിയുടെ ഉറവിടമാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യേശുവിന് മാത്രം നൽകാൻ സാധിക്കുന്ന സന്തോഷം, സമാധാനം, രോഗശാന്തി, സ്വാതന്ത്ര്യം, ജ്ഞാനം എന്നിവ അനുഭവിക്കാനുള്ള അവസരം അവർ നഷ്ടപ്പെടുത്തി. ഇവരെ ഓർത്ത് യേശു നിരാശയുണ്ടായെങ്കിലും തൻ്റെ അത്ഭുത പ്രവൃത്തികൾ, ദൈവരാജ്യം പ്രസംഗിക്കുന്നതും അവിടെ നിന്ന് തുടർന്നുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ലോകത്തിലും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിയുകയോ വിലമതിക്കുകയോ ചെയ്യാത്തതിന് നമ്മെയും അപലപിക്കാൻ എപ്പോഴെങ്കിലും യേശുനാഥൻ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ലോകത്തിലും നമ്മുടെ ജീവിതത്തിലും നിരവധി അത്ഭുതങ്ങൾ നാം കാണുന്നുണ്ടോ? നമ്മൾ അവ അന്വേഷിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ദൈനംദിന ദിനചര്യയിൽ അത്ര അധികം മുഴുകി നമ്മുടെ മനസ്സും കണ്ണുകളും ഹൃദയങ്ങളും നമ്മുടെ ലോകത്തിലെ നിരവധി അത്ഭുതങ്ങൾക്ക് മുന്നിൽ അടഞ്ഞിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് എത്രയോ സങ്കടകരമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരിലും നമുക്ക് ചുറ്റും ധാരാളം നന്മയും സൗന്ദര്യമുണ്ട്. ഇവയെല്ലാം യഥാർത്ഥത്തിൽ കാണാൻ നമുക്ക് തുറന്ന കണ്ണുകളും മനസ്സും ഹൃദയങ്ങളും ആവശ്യമാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.